നിങ്ങൾ എന്തെങ്കിലും ഒരു ശീലം തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് നാളത്തേക്ക് വയ്ക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി. കാരണം അല്ലാത്തവർക്ക് ഇത് കണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു ശീലം തുടങ്ങാൻ വെച്ചിട്ട് നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു നാളെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അനുഭവം കൊണ്ട് പറഞ്ഞാണ്. ഞാനിതുപോലെ തന്നെ ഓരോ ഹാബിറ്റ് തുടങ്ങാൻ പ്ലാൻ ചെയ്യും, നാളത്തേക്ക് വയ്ക്കും, അങ്ങനെ ഒരു നാളെ ഉണ്ടാവാനേ പോകുന്നില്ല. എത്ര പേര് ന്യൂ ഇയറിന് ഓരോ വാഗ്ദാനങ്ങൾ എടുക്കും. ഞാൻ 1-ാം തീയതി പോലെ ജിമ്മിൽ പോകും, അല്ലെങ്കിൽ 1-ാം തീയതി പോലെ ഞാൻ കുടിക്കില്ല വലിക്കില്ല, 1-ാം തീയതി പോലെ ഞാൻ ഇന്നൊരു ഹാബിറ്റ് നിർത്തും, അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് തുടങ്ങും, പുതിയൊരു നല്ല ബാഡായിട്ടൊരു ഹാബിറ്റ് നിർത്തും. എത്ര വാഗ്ദാനങ്ങൾ കണ്ട് എത്ര പേരത് പാലിക്കുന്നുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു ജനുവരി ഒരു 5 ആകുമ്പോൾ ജിമ്മിൽ തിരക്കം കൂടുതലായിരിക്കും. ജനുവരി മാസം, ഫെബ്രുവരി അതിൻ്റെ ആൾ കാണുള്ള, പിന്നെ മാർച്ച് അറിയാലോ, ഇതിനെ കഴിയുമ്പോഴും ആൾക്കാർ ഉണ്ടാവില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അതായത് ഓരോ തീരുമാനം എടുത്തിട്ട് അത് ബ്രേക്ക് ആവുന്നവരെ എണ്ണം ഭയങ്കര കൂടുതലാണ്. ന്യൂ ഇയറിന് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പാലിക്കാൻ എത്ര പേരുണ്ട്? 1000 പേരെടുത്ത 1000 പേര് പാലിക്കാറില്ല. 1,00,000 10 പേരൊക്കെ പാലിക്കുമായിരിക്കും. അത്രേ ഉള്ളൂ. അതായത് നമ്മളൊരു തീരുമാനം ഡിസിഷൻ എടുക്കുന്നതിൽ അതിന് ഉറച്ചു നിൽക്കുന്നവർ കുറച്ച് വരുള്ളൂ. അതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്ക് വെക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന ആ നാളെ ഉണ്ടാവാനേ പോകുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യുക. ആ സെക്കൻഡിൽ നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയറായി അത് ചെയ്യുക. മനസ്സിലായോ? ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ എനിക്ക് ചെയ്ത കാര്യം, ഞാൻ ഫുഡിന് ഭയങ്കര അഡിക്റ്റഡ് ആവുന്നു. എപ്പോൾ നോക്കിയാലും ഫുഡ് കഴിക്കുക എന്നാണ് എൻ്റെ മെയിൻ പോകും. ഞാനിത് നാളെ എന്ന് വെക്കുമ്പോഴേക്കും എനിക്ക് അങ്ങനത്തെ നാളെ ഉണ്ടാകാനുള്ള ഒരു 1 ഇയർ നല്ല ഞാൻ തടി വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഒരു നാളെ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഞാനൊരു ദിവസം രാവിലെ എനിക്ക് പോലെ തന്നെ ടെൻഡൻസി ഫുഡ് കഴിക്കാൻ പോകാൻ. സോ ഞാൻ പോയില്ല. അപ്പോഴത്തെ തീരുമാനം ഇപ്പോൾ വരെ നിൽക്കുന്നുണ്ട്. കൺട്രോൾഡാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ട്. അന്നേരം കുറച്ച് നമ്മൾ സാക്രിഫൈസ് ആണ്. നമ്മുടെ അഡിക്ഷൻ നിർത്തുമ്പോഴേക്കും നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ അത് കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം എടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾക്കുള്ള നല്ല ഒരു നാളെ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? അതിന് നാളെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ശീലം മാറ്റിക്കൊണ്ടിരിക്കരുത്. അത് എന്തെങ്കിലും ഒരു നല്ല ശീലം തുടങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പം തുടങ്ങാൻ മാറ്റി വെക്കരുത്. ഞാൻ ഇപ്പോഴേ പറയുകയാണ്. നല്ല രീതിയിൽ പോകുന്നവർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ നാളത്തേക്ക് വെച്ചിട്ട് ഓരോ ശീലം തുടർന്ന് പോകുന്നവർക്ക് ഞാൻ പറയുവാണ്, ഇന്നിപ്പോൾ നമ്മുടെ വർഷം തുടങ്ങിയിട്ട് ഇത് ജൂലൈ ആയി. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷമായി. അപ്പോൾ ഞാൻ നിങ്ങൾ ആലോചിക്കുക, ഈ നാളെ മുപ്പോണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഇനി നാളെ ഇനിയും വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം തീരും. നിങ്ങൾ അടുത്ത ന്യൂ ഇയറിന് എടുക്കാതിരിക്കണോ? അത്